നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കുവൈറ്റിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക് അടുത്ത വ്യാഴാഴ്ച തുറക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയെ വിപ്ലവകരമായി പരിവർത്തനം ചെയ്യാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വാട്ടർ പാർക്ക് തുറക്കുന്നത്. കുവൈറ്റിൽ മയക്കുമരുന്ന് വിരുദ്ധ നിയമത്തിലെ നടപടിക്രമങ്ങളിലെ പഴുതുകൾ പരിഹരിക്കുന്നതിനുള്ള സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തിയ മാഫിയയെ പിടികൂടി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. വ്യാജ SMS-കളും ലിങ്കുകളും വഴി തട്ടിപ്പ് നടത്തിയ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകുന്ന ഭക്ഷണം, മരുന്ന്, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സജ്ജമാണെന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. കുവൈറ്റിലെ സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയകളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ബാച്ചിലേഴ്സിനെതിരെ ഫർവാനിയ, മുബാറക് അൽ ഖബീർ ഗവർണറേറ്റുകളിൽ കർശനമായ പരിശോധനാ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ബഹ്റൈനിലെ റിഫയിൽ അൽ ഹാജിയാത്ത് താമസ കെട്ടിടത്തിൽ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പരസ്യമായി അപമാനിച്ചതിനും പൊതുജനങ്ങളുടെ സഹാനുഭൂതി പിടിച്ചുപറ്റുന്നതിനായി വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിനും കുവൈറ്റ് പൗരന് ശിക്ഷ. കുവൈറ്റിൽ പുതിയ ട്രാഫിക് നിയമ ഭേദഗതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. 76-ൽ പുറപ്പെടുവിച്ച നിലവിലുള്ള ട്രാഫിക് നിയമത്തിലെ ഭൂരിഭാഗം ആർട്ടിക്കിളുകൾക്കും പുതിയ നിയമത്തിൽ മാറ്റമുണ്ട്.